Hello. Hi guys. My name is Arstina. And I'm Sanvana. We are Badi Podcast. Okay. So welcome back to yet another episode of Monsters. So ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ഇവരുടെ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ആവശ്യമില്ല. They're very famous in Kochi already. കൊച്ചിയിലെ എല്ലാ ടാറ്റൂസും ഉണ്ട്. It's all done by Jyoti. എന്റെ പ്രത്യേകത എല്ലാവരും Yes. So നിങ്ങളെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇവരുടെ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. നമ്മൾ ഇതിനു മുന്നത്തെ എപ്പിസോഡില് ഇൻട്രൊഡക്ഷൻ നമ്മൾ വന്ന ജേണി മുതൽ ഇൻഫെക്റ്റഡ് മോങ്സിന്റെ അടിത്തറ വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു പേരൊരു അങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കാം. അത് തന്നെ സത്യജിത്ത് നമ്മള് വളരെ കയ്യായിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെതായിട്ടുള്ള ചെറിയ അത് കുഴപ്പമില്ല. But we just want to thank Infected Moms for inviting us ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. So thank you. അല്ലെ താങ്ക് യു. Thank you. Okay. So like ഇപ്പോഴത്തെ trending topic is എമ്പുരാൻ. ആരെയും കണ്ടോ? ആരെയും കണ്ടോ? ഫസ്റ്റ് വർഷം ഇല്ലല്ല ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് കാണാൻ അങ്ങനെ കാണണം എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജോബിൻ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെ ഒപ്പീനിയൻ പറ. ഈ ഓരോരുത്തരുടെ ഒപ്പീനിയൻ പറ. എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് പാർട്ട് കണ്ടായിരുന്നല്ലേ? കണ്ടതിന്റെ ബാക്കി വെച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ടിന് ആവശ്യമായിട്ട് നമ്മൾ പോയി കണ്ടത്. അതെ. ഇല്ലേ? കണ്ടില്ല? ഈ പാർട്ടിക്കാരുടെ പോലെ സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് അപ്പൊ സംഭവം വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയി കണ്ട ഒരു ഫിലിമാണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഫസ്റ്റ് പാർട്ട് തന്നെ അറിയാലോ. നല്ല ഭംഗിയില് നല്ല രസത്തില് ഒരു ലാഗും വരാതെ നല്ല പഞ്ചിനെ പഞ്ച് എല്ലാം പെരുന്നാളായിട്ട് കാണിച്ച അമ്മ ഫിലിമായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് കാണുമ്പോ നെക്സ്റ്റ് ഫിലിമും അതിന്റെ ബാക്കി കാരണം പിന്നെ അവര് കൂടി കൊടുത്തേക്കുന്ന കുറെ കാര്യങ്ങളും അമ്മാരും സംഭവം എഴുതല് കൊടുത്തിരുന്നത്. അതിന്റെ തന്നെയാണ് ചെന്നത്. ഫസ്റ്റ് ഹാഫ് ഇപ്പൊ പേഴ്സണലി പറയുമ്പോ എന്റെ ഒപ്പീനിയൻ മാത്രം ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഇച്ചിരി ലാഗ് ബിൽഡപ്പ് ഇച്ചിരി ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. L2-ന്റെ ഫസ്റ്റ് ഹാഫ് ബിൽഡപ്പിന് വേണ്ടി ബാങ്കിലോട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതിന്റെ ചെറിയ അപ്പൊ ഒരു എല്ലാവർക്കും ഞാൻ എന്റെ കാണുമ്പോഴാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ഫസ്റ്റ് ഹാഫ് ഒരു ഇച്ചിരി ബിൽഡപ്പിന് വേണ്ടി മാത്രം കുറെ ടൈമും അതിന്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നമ്മുടെ മോഹൻലാലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല അതല്ല വിഷയം. ഒരു കോൺവെർസേഷൻ മാസം തന്നെയാണ് ആക്ച്വലി. ഓക്കെ മൊത്തം വെടിവെപ്പും ചാടണും ഓടണും അത് കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു ഫിലിം അല്ല. മാസമായിട്ട് ഫാൻസിന് വേണ്ടിട്ട് മടക്കി കുത്തടി. പക്ഷെ അതെനിക്ക് ഒഴിവാക്കായിരുന്നു. അല്ല അത് ഒഴിവാക്കിയിട്ട് മറ്റേ കാർട്ടൂൺസുമായിട്ടുള്ള ഫൈറ്റ് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതായിരുന്നു. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ പറയുന്ന ലാഗ് എന്ന് പറഞ്ഞത് വിവിൻ ചേട്ടൻ അനുഭവപ്പെട്ടു. ഞങ്ങൾ അടുത്തിരുന്ന് കണ്ട ഒരാളാണ്. ആളെ കണ്ടപ്പോ എനിക്ക് തോന്നി. എനിക്ക് അനുഭവപ്പെട്ടില്ല. അതിപ്പോ എന്താ പറയാ, ഞാൻ ഈ മിഷൻ ഇമ്പോസിബിൾ സീരീസ് ആണ് ഇപ്പൊ നമ്മള് കാണുന്ന ഏതൊരു ഹോളിവുഡ് പടത്തിനുമുള്ള ഒരു ബിൽഡപ്പിന്റെ ഒരു സ്പേസ്. പിന്നെ ഈ ലൂസിഫർ എന്ന് പറയുന്ന പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ ഫസ്റ്റ് ഹാഫില് ഒരു ഒഴിഞ്ഞിടക്കുന്ന ഗോഡൗണിലെ ഫൈറ്റ് സീൻ ഒഴിച്ച് ബാക്കി എല്ലാം ബിൽഡപ്പാണ്. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും മോഹൻലാലിന്റെ മാസ് സീൻസ് ഉള്ളൂ.
മോഹൻലാൽ സെക്കൻഡ് മൂവിയിൽ ഇല്ലല്ലോ. സെക്കൻഡ് എമ്പുരാനിലേ ഇല്ല സിനിമയില്. എന്ത് ഫസ്റ്റ് ഹാഫില് 1 മണിക്കൂർ കഴിഞ്ഞാണ് പുള്ളിയുടെ എൻട്രി, 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഇന്റർവെൽ. സോ ബേസിക്കലി എത്ര നേരം ഉണ്ട്? സെക്കൻഡ് ഹാഫിലാണ് സെക്കൻഡ് ഹാഫിലാണ് മേജർ സ്ക്രീൻ ടൈം സെക്കൻഡ് ഹാഫിലാണ്. എന്താ പറയാ, എല്ലാരും പറയുന്നുണ്ട് പൃഥ്വിരാജും ഇല്ല, മോഹൻലാലും ഇല്ല, ടൊവിനോ ഇല്ല, കുറെ ഹെലികോപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ത്രൂ ഔട്ട് ദി സിനിമ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ കുറെ എമൗണ്ട് പൊട്ടിച്ചിട്ടില്ലേ മൂവിക്ക്, അപ്പൊ അതിന്റെ വർത്ത് എന്താ മൂവി? ഇല്ല, എത്ര ബഡ്ജറ്റ് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഓബ്വിയസ്ലി ബഡ്ജറ്റ് എന്തായാലും 2 ദിവസത്തിൽ 100 കോടി കിട്ടിയ പടമാണ്. ഓൾറെഡി ഇതിന്റെ ഇറക്കിയ പൈസയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുന്നതാണ് മൊത്തത്തിലുള്ള ടോക്ക്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും ടെക്നിക്കലി സ്പീക്കിംഗ് മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റിയ സിനിമ. എടുത്തു വെച്ചേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് എല്ലാപ്പോഴും മേക്കിംഗ് എല്ലാം ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ, എനിക്കൊരു 50-50 അഭിപ്രായമുള്ളൂ. എംബ്രാൻ ലൂസിഫർ പോലെ ഒരു 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 ഫുൾ ത്രോട്ട് എൻഗേജ് ആയിട്ടുള്ള ഫിലിമായിട്ട് തോന്നിയില്ല. പക്ഷെ അതേപോലെ ഡയറക്ടേഴ്സ് കട്ടെന്ന് പറഞ്ഞൊക്കെയാണ് പ്രൊമോഷൻ വന്നത്. പ്രൊമോഷൻ അടിപൊളിയായിരുന്നു. എനിക്കല്ലേ ഈ സിനിമ കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ഹാഫ് മാത്രമല്ലേ കണ്ടുള്ളൂ. സോ ലൈക്ക് ഫസ്റ്റ് 30 minutes വാസ് ലൈക്ക് എ ബോളിവുഡ് മൂവി. പിന്നെ 30 minutes മല്ലു സിനിമയായിട്ട് വന്നു. പിന്നെ ഒരു 30 minutes മറ്റേ തെലുങ്ക് വൈബ് KGF വൈബായിട്ട് തോന്നി. പിന്നെ ഒരു 30 minutes ഹോളിവുഡ് വൈബായിട്ട് തോന്നി. There was no steady vibe. ഇപ്പൊ മലയാള സിനിമയ്ക്ക് അഭിമാനപ്പെടാന്ന് പറഞ്ഞാൽ ഇതെന്താ കുറെ ഹിന്ദിന്റെ കുറെ ഇംഗ്ലീഷിലാണ്. എവിടെയാണ് മലയാളം സംസാരിക്കുന്നത്? ഫസ്റ്റ് 30 minutes the movie is Hindi. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാന്ന് പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. അതായത് ഇതൊരു ഗ്ലോബൽ സിനിമയാണ്, ഡൺ ബൈ മലയാളം ഫിലിം. അല്ല, നമ്മൾ അങ്ങനത്തെ ഒരു ഇതും കൂടി ശ്രദ്ധിച്ചാൽ ചിലപ്പോ honestly there was no point of ഇത്രയും രാജ്യത്തില് കറങ്ങി വന്ന് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം. അല്ല, അത് എന്തിനാണ് ഇത്ര രാജ്യത്തിൽ പോകുന്നത്? സെനഗലിലാണ് എത്ര രാജ്യം? ഫ്രാൻസ് ഉണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നു, പിന്നെ ചൈനീസ് ന്യൂയോർക്കിൽ പോയി. പിന്നെ ഇന്ദ്രജിത്തിന് ഒരു ലൂയി വിറ്റോൺ സ്കാർഫ് കൊണ്ടിട്ട് 10 മിനിറ്റിന് വേണ്ടി റഷ്യ കൊണ്ടേ. പക്ഷെ ആ സീൻ സാറ്റലൈറ്റ് കോൾ ചെയ്താ പോരെ, മതി. അതൊക്കെ ശ്രദ്ധിക്കണം. സാറ്റലൈറ്റ് കോൾ ചെയ്താ പോരെ, ഇത്ര വലിയ കളി. അല്ല, ഇത് പൃഥ്വിരാജ് സുകുമാരന്റെ സിനിമയല്ലേ, നമ്മളിത് അതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻ പറയാം. അല്ല, നമ്മളിപ്പോ പുറത്തേക്ക് വന്ന നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ്, അല്ലാതെ നമ്മൾ പറയുന്നത് ഇത് ഇങ്ങനെ നന്നാക്കാം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പുള്ളിയെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ രാജ്യം കറങ്ങിയ കാര്യം അത് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. അതായത് ഫ്രാൻസ് ആണ് കബൂഗയുടെ സേഫ് ഹബ്ബ്. ഫസ്റ്റ് ഫ്രാൻസ് കാണിക്കുന്നത് കബൂഗ കാർപ്പൻ, അതായത് കബൂഗ അവിടെയാണ് ആള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറാഖ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാഖാണ് ഇവരുടെ കാർട്ടലിന്റെ കീഴിലുള്ള സ്ഥലം, അവിടെയാണ് ഇവരുടെ ഏരിയ. ഓക്കെ, പിന്നെ സെനഗലിലാണ് ഇവരുടെ പോർട്ടാണ് കാണിക്കുന്നത്. സെനഗലിലുള്ള പോർട്ട് വഴി അത് പുള്ളിനെ കാണാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. നൈറ്റ് ആൻഡ് ഡേ എന്ന് പറയുന്ന നമ്മുടെ ടോം ക്രൂസിന്റെ ഒരു ഫിലിം. പ്രിയദർശിനിയെ രക്ഷിക്കാനായിട്ട് കേരളത്തിൽ വന്നു. അപ്പൊ പിന്നെ ഇന്ദ്രജിനെ കാണാനാണ് പിന്നെ പ്രണവ് മോഹൻലാലിന്റെ പോസ്റ്റർ ടൊവിനോനെ ഞാൻ ഡിസഗ്രി ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പൊ അനാവശ്യമായിട്ട് മറ്റേ ഇന്റർപോൾ ഏജന്റ് ഉണ്ടല്ലോ, മാനുവൽ, മറ്റേ ക്യാരക്ടർ പുള്ളിക്കാരത്തിന്റെ കുറെ സ്ലോ മോഷൻ ഷോട്ട്സ്. പിന്നെ ആന്റണി പെരുമ്പാറിന്റെ മകൻ ലാസ്റ്റ് വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോണ ഈ ക്ലോസ് എടുത്തതെന്നും അതൊന്നും ആവശ്യമുള്ള കാര്യമൊന്നും പിന്നെ if you look ഒരു ഡീപ്പർ വേർഷൻ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലൈക്ക് എമ്പുരാൻ എന്ന സിനിമയുടെ കഥ is nothing related to അബ്രാം ഘോഷി.
ഇറ്റ്സ് റിലേറ്റഡ് ടു പൃഥ്വിരാജ്. അപ്പൊ ഇങ്ങനെ സെക്കൻഡ് പാർട്ട് ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ, ബിക്കോസ് അപ്പോഴും അബ്രാം ഖുറേഷി ആരാന്ന് ഇപ്പോഴും ഖുറേഷി. This movie releasing in 10th grade, അപ്പൊ 6-7 years ago. ഇനി 6-7 വർഷം വെയിറ്റ് ചെയ്യണം. 6-7 വർഷം വെയിറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ചിലപ്പോ ഇത് പെട്ടെന്ന് നടന്നാൽ പെട്ടെന്ന് എന്താ നടക്കാൻ അല്ല അതൊക്കെ അവരുടെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയട്ടെ, പൃഥ്വിരാജിന് വേണ്ടി ഇറക്കിയ പടമാണ്. അല്ല അല്ല, ചെറുതായിട്ട് അതെ അതെ ഇത് മെയിനായിട്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. കാര്യം ഒരുപാട് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധമുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഗോപി എന്ന് പറയുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് തിങ്കർ ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് 17 സീൻസ് ഒക്കെ കട്ട് ചെയ്യണമെന്ന്. ബജ്രംഗി എന്നുള്ള പേര് അതല്ല, ഇന്ന് ഇത്രയും സീൻസ് കട്ട് ചെയ്തിട്ട് ഇത്ര അവര് കുറച്ചൊന്നും പറഞ്ഞിട്ട് ഇതില് നമ്മൾ ഇൻട്രോ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞിട്ട് കുറച്ച് ക്രെഡിറ്റ്സ് കാണിക്കുന്നു. മൂവി കാണുന്ന സമയത്ത് നമ്മള് ഓബിയസ്ലി നമുക്ക് ഈ ഓരോ ആൾക്കാരുണ്ടല്ലോ ആദ്യം ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ടല്ലേ ഇത് ഓഡിയൻസിനെ ഇറക്കണേ, ഓഡിയൻസിൽ കാണിക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അവർക്ക് തോന്നിയത് കട്ട് ചെയ്യാൻ. അതിനെ പറ്റി ടോക്ക് ഉണ്ടായിരുന്നു. ഈ സെൻസർ ബോർഡിൽ ഓരോ ആൾക്കാരുടെയും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ഈ BJP സിൻഡിക്കേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്നെ തല്ലരുത്, റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവര് കണ്ടില്ല എന്നുള്ള ചോദ്യം എല്ലാം വന്നിരുന്നു. പക്ഷെ ഒരാൾ അത്രയും എഫേർട്ട് ഇടാൻ മൂവി ഇറക്കുമ്പോ പിന്നെ അവര് പറഞ്ഞു ഇല്ല, ഇപ്പൊ ആൾക്കാരുടെ പേര് പറഞ്ഞു അതായത് കട്ട് ചെയ്യണം എന്ന് പറയുമ്പോ പിന്നെ അവർക്ക് ഇതിപ്പോ പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കാണിട്ടൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയാം, ഈ പറഞ്ഞ 2002 ഗുജറാത്ത് കലാപം നടന്നപ്പോ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ ഒരാൾ ഇപ്പോഴും 20 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ തുടക്കത്തിൽ ഈ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന ടൈമിൽ ഒരു അതെ, ഇത് എന്റെ വെറും കഥയും കഥാപാത്രങ്ങളും എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ തുടക്കത്തില് ഈ ക്രെഡിറ്റ് സീനി കാണിക്കുന്ന ട്രെയിനിന്റെ ഒരു പോർഷൻ ഉണ്ട്. ഈ കുറെ സന്യാസിമാരിരിക്കുന്നത്. ഇത് ശരിക്കും പറയുന്നതെന്ന് വെച്ചാല് ഈ BJP തന്നെ ഈ ഇഷ്യൂ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സന്യാസിമാര് പോകുന്ന ട്രെയിൻ മനഃപൂർവ്വം കത്തിച്ചിട്ട് അതിന്റെ പേരിൽ ഗുജറാത്ത് കലാപം സ്റ്റാർട്ട് ചെയ്തിട്ട് 7 പേരെ കൊന്നു മരിച്ചു എന്നുള്ളത് സത്യമാണ്. 97 പേര്. അപ്പൊ അതിന്റെ ഒരു സിവിയറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ. അതായത് ഇതിൽ വേറെ ഒന്നുമില്ല. 13 വയസ്സുള്ള ഒരു പയ്യന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അവൻ കാണുന്ന അവന് ഇതിലെ രാഷ്ട്രീയം അറിയില്ല, ഒന്നും അറിയില്ല. അതേപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നത് അല്ല ഉണ്ടെന്ന് പറയുന്നത്. ഉള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് സ്ക്രിപ്റ്റില്. റൈറ്റിംഗ് മോശമാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഡീറ്റെയിൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. But I don't think everybody understood what he meant. So like Satyamanala like പൊളിറ്റിക്കലി ഇത് കണക്ട് ആകുന്നവർക്ക് പടം ചിലപ്പോൾ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ബ്ലാക്ക് മാസ്ക് മാറ്റി വൈറ്റ് മാസ്ക് ഇടുക എന്ന് പറഞ്ഞിട്ടൊരു സീനിൽ ഡയലോഗ് ഉണ്ട്. അതായത് ബ്ലാക്ക് മാസ്ക് മാറ്റി വൈറ്റ് മാസ്ക് ഇതിലുണ്ട്. വൈറ്റ് മാസ്ക് ഇടിച്ചുകൊണ്ടൊന്നും ആരും നേതാവില്ല എന്ന് പറഞ്ഞ സീൻ. അത് ആരും ഉദ്ദേശിച്ചാ നമ്മുടെ മുഖ്യം ഉദ്ദേശിച്ചാ പറയണം. അത് പറയാൻ എനിക്ക് ധൈര്യമില്ല സഖാവേ, പറഞ്ഞോട്ടെ. പക്ഷെ പേടിയില്ല. എന്തായാലും അത് തന്നെ സംഭവം. അതുപോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് ഈ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ട് വന്നിരുന്ന പാർട്ടിയാണ് UDF. മക്കത്തായം മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന് പരാമർശിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വയ്ക്കുന്നുണ്ട്. അപ്പൊ 3 സൈഡിൽ നിന്ന് ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നു. കുറച്ച് കേൾക്കുന്നതിൽ ഇപ്പൊ ആലോചിച്ചു. നമ്മളിപ്പോ സ്ട്രോങ് ആയിട്ട് ഒരു പരിപാടിയിൽ വിശ്വസിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി പെട്ടെന്ന് ഒരാളൊരു മോശം കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അതുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിനൈലായിട്ട്. ഇപ്പൊ എമ്പുരാനെ പറ്റി നിങ്ങൾ മോശം എന്ന് എല്ലാരും പറഞ്ഞ ഞാൻ ഡിനൈലായിട്ട്.
ആയി പോവല്ല ഡിന്നയിലാണ്. മോശമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഞാൻ നിങ്ങളെ തിരുത്താൻ നോക്കുമ്പോഴാണ് ഞാൻ ഡിനയിലായി പോയി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയാം. മോഹൻലാൽ ഫാൻസ് തന്നെയാണ് എല്ലാരും ഈ ഫിലിമിനെ സ്റ്റാർട്ടിംഗ്. അതല്ലല്ലോ ഞാൻ ഇത്രയും മറ്റേ ഇന്റർവ്യൂ ഡയറക്ടേഴ്സ് കട്ടെന്ന് പറഞ്ഞ കുറെ പേര് ഞാൻ കാണാൻ പോയത്. ഇപ്പൊ കണ്ട ഇവ ഫസ്റ്റ് കണ്ട ഇവൻ കണ്ടോണ്ടി നമ്മളവന്റെ ഇതാ മിഷൻ ഇമ്പോസിബിൾ പോലെ. പക്ഷെ മിഷൻ ഇമ്പോസിബിൾ ഒരു ഫൈറ്റ് സീൻ അതിന്റെ അതായത് ഇപ്പൊ ഈ രാജ്യങ്ങൾ ജമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. മിഷൻ ഇമ്പോസിബിൾ ഫസ്റ്റ് ഹാഫ് ക്ലൈമാക്സ് വരെ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതിൽ കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റാത്ത വലിയ സീക്വൻസുകൾ വരുന്നതുകൊണ്ട് എനിക്ക് ആ ഫൈറ്റ് സീക്വൻസ് വെച്ചൊന്നും അത്രക്ക് ഇതായിട്ട് ഇത് വരില്ല. പക്ഷെ ലാസ്റ്റത്തെ മറ്റേ ഫോർമേഷൻ വന്ന് ചവിട്ടി നെഞ്ച് അതൊക്കെ ഡയറക്ടേഴ്സ് കട്ടിന് വേണ്ടി മാത്രം ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തെലുങ്ക് കട്ടുപിടിച്ചാണ്. അല്ല ആള് കുറച്ച് മറ്റേ സാധാരണ ആ സീൻ അതിന്റെ അകത്ത് കുറച്ചുകൂടി ഇമോഷണൽ മലയാളി ഇമോഷൻ കൊണ്ടുവന്ന പോലത്തെ ഒരു ഫീല്. പറഞ്ഞ പോലെ ഈ കമാൻഡോ ഇവരെ ആംബുഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സീക്വൻസ് ഒക്കെ കുറച്ചുകൂടെ റഷായിരുന്നു. ഈ രസമായിരുന്നു. അതിൽ അനാവശ്യ സ്ലോ മോഷൻ പടം ഓവറോൾ നല്ല പടമാണ്. അങ്ങനെയല്ല ഞാൻ പടം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും പലർക്കും ഈ ഒപ്പീനിയൻ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ അവരുടെ ഒപ്പീനിയൻ കേട്ടു. പ്രമോഷൻ കൊള്ളാം എല്ലാവരും സൂപ്പറാണെന്ന് പറയുന്നത്. ബട്ട് അതിന്റെ അകത്ത് പക്ഷെ അവർക്ക് പൃഥ്വിരാജിനോട് വിചാരിച്ചു അതേപോലെ ഒരു പ്രമോഷൻ ഡയറക്ടേഴ്സ് മറ്റേ കേട്ടെന്നൊക്കെ പറഞ്ഞു. എഴുതി കാണിക്കുമ്പോ അതിന് സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻ ബ്ലാക്ക് ആയിരുന്നില്ല, ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചപ്പോ അല്ല സൈഡിൽ മറ്റേ പത്രക്കട്ടിങ് പോടാ അതൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സും മൂവി മറ്റേ ക്രെഡിറ്റ് സീൻ കഴിയുന്നവരെ അവിടെ നിന്ന് ഓർക്കുന്നു തോന്നി. എന്നിട്ട് എന്താ തിയേറ്റർ അടിച്ചു. അല്ല ഇതായത് യൂസിഫറില് ക്രെഡിറ്റ് കാണിക്കുമ്പോ സൈഡിൽ എഴുതി കാണിക്കുന്ന പോലെ തന്നെ ഇതില് കുറെ അതായത് ഇപ്പൊ ഇല്ല. അത് ഞാൻ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പൊ അടുത്ത പടം ഉണ്ടല്ലോ തേർഡില് നടക്കാൻ പോകുന്ന ഈ എബ്രാം ഈ മറ്റേ ഖുറേഷി എബ്രാഹിയാണ് ഈ ചൈനീസ് ഷൻപ്രയാഗ് സിൻഡിക്കേറ്റും തമ്മിലുള്ള ഗ്യാങ് വാറിന്റെ കുറെ വാർത്തകളും എല്ലാം ഉണ്ടായിരുന്നു. മുംബൈയിലെ കാണിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടായിരുന്നത് ഇല്ല കാണിക്കില്ല. അല്ല പ്രണവിന്റെ സീനിൽ KGF പോയി ചെറുപ്പം കാണിക്കണം. ഗോഡ്സില്ല വേഴ്സസ് കോങ് കാണാൻ പോയിട്ട് ക്ലൈമാക്സിന് ഇറങ്ങിയാണ്. ഈ പഴയ ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. നൈഡോഷം, സാനിയ keep in the movie. ഈ പഴയ ക്യാരക്ടേഴ്സ് ഒക്കെ ഇച്ചിരി സീൻസ് സീനേ ഇല്ല. മെയിൽ കൊടുത്തിട്ട് വരാം. അത്ര മെയിൽ കൊടുത്തിട്ട് വരാം. അപ്പൊ പിന്നെ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോ എഴുതിട്ട് അതല്ല ഒരു സ്പീച്ച് മോഹൻലാലിനെ കുറച്ചും കൂടി
എക്സ്പ്രഷൻ കേരളത്തിൽ കണ്ടൊരു കാര്യമില്ല. പുറത്തു തന്നെ കളിച്ചാൽ പോയത് ഇത്രയും വൈകിട്ട് ലോകം മുഴുവൻ മറ്റേ ഇതായിട്ട് അന്വേഷിച്ച ആള് മുണ്ട് മടക്കേടി എന്ന പടത്തിന്റെ അത് അല്ല ഇപ്പൊ മലയാളി ലാലേട്ടൻ കൊണ്ടുപോടക്ക അത് അൾട്ടിമേറ്റ് അത് അല്ലെങ്കിൽ അതേപോലെ പടം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പക്ഷെ അതാ പറഞ്ഞത് മുണ്ട് ലൂസിഫറിലെ അതേ ആക്ഷൻ അതേ സീൻ അതേ A to Z. ഷൂട്ട് ചെയ്യണം അത് കറക്റ്റ് സീനില് ഷൂട്ട് ചെയ്യണം. പക്ഷെ അതിന്റെ അത്ര ഫൈറ്റ് വന്നില്ല അതിന്റെ അത്ര. പക്ഷെ അത് കാണിക്കുമ്പോ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. എല്ലാ ഫൈറ്റും എല്ലാ സംഭവം ഒരു ക്യാരക്ടറിന്റെ ഫൈറ്റ് കാണിക്കുമ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ട് ബേസ്. പക്ഷെ ലൂസിഫർ ഇതൊരു പക്ഷെ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കണില്ല. അവിടെ കാണിക്കും ഇവിടെ കാണിക്കും ഫസ്റ്റത്തെ ബിൽഡപ്പ് പിന്നെ വരുമ്പോ നമ്മുടെ അൾട്ടിമേറ്റ് വിചാരിച്ച മുടങ്ങി കുത്തിയടി അവസാനം വരുന്ന കുറച്ച് ആ ഫൈറ്റ് അവിടെ തന്നെ കാണിക്കുന്നു. കാണാത്ത ഒരാളിരിപ്പുണ്ട്. കുറച്ചും കൂടി ഒരു സിംപ്ലിസിറ്റി മൂവിയായിരുന്നു. അത് ഈ കേരളത്തിലാണല്ലോ. അതാ പറഞ്ഞ ആ ഒരു ഐ ഫീൽ ലൈക്ക് ആ ഒരു സെയിം വൈബായിരുന്നു. ഫസ്റ്റ് എൻട്രിയില്ലേ കാറിൽ ഇറങ്ങുന്ന സീനൊന്നും അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് റഷ്യയിൽ കാണിക്കുന്ന ആ ഒരു സീക്വൻസ് മുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്നും ഇതിനകത്ത് കാണിക്കില്ല എന്നുള്ളതാണ്. ലൂസിഫർ എന്നൊരു സിനിമ സ്റ്റാർട്ട് ടു എൻഡ് വരെ kept us waiting. Like എന്താണ് ഇത് എങ്ങനെയെങ്കിലും തീർന്ന് വീട്ടിൽ പോയാൽ നമ്മള് അൾട്ടിമേറ്റ് മറ്റേ ഹാർഡ് കോർ ഫാൻ തന്നെയാണെങ്കിൽ കൂടി മറ്റു സാധനങ്ങൾക്ക് വരരുത്. മീൻസ് നമ്മളെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനല്ല. ഇങ്ങനെ എല്ലാവരും സിനിമയൊക്കെ പാടുക മോഹൻലാൽ ഫാൻ മറ്റേ എല്ലാ സിനിമയും കൊണ്ട് കറക്റ്റായിട്ട് പറയും ഞങ്ങളുടെ ഒപ്പീനിയൻ ഏകദേശം ഒരേപോലെ. പക്ഷെ ഇതിന് മാത്രം സമ്മതിക്കില്ല. എന്ത് ചെയ്തിട്ട് സമ്മതിക്കുള്ള എല്ലാ കാര്യമുള്ള പോലെ പറയാ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. മോശമല്ലാന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് പറയാം. അതായത് ഞാൻ 2 തവണ കണ്ടു ഈ പടം. അതായത് ഒന്ന് ഞാൻ എന്റെ നാട്ടില് ബ്രദർ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പൊ അതില് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ശരത്ത്. ആള് കൊച്ചി ലോബിയാണ്. ആള് കുറച്ചുകൂടെ നമുക്ക് ഫാനാണ്. അല്ലെങ്കിൽ ഈ ലാലേട്ടൻ പടങ്ങൾ പുള്ളി തീരെ താല്പര്യമില്ല. പടം ആളുടെ ഫ്രണ്ട്സ് ഒക്കെ കൊള്ളില്ല എന്ന് പറഞ്ഞ് ആളെ കൊണ്ടുപോയി. അപ്പൊ എന്റെ ചേട്ടൻ ഭയങ്കര ആന്റിസിപ്പേഷനിലാണ് വരുന്നത്. പുള്ളി മോഹൻലാൽ ഫാനാണ്. ഞങ്ങൾ ഒന്നിച്ച് പടം കാണാൻ കയറി. പടം കാണാൻ കയറി കഴിഞ്ഞിട്ട് ആള് ഇവിടെ ഇരുന്നിട്ട് പക്ഷെ ഇവിടെ ഇരുന്ന് ആൾ അപ്രീഷിയേറ്റ് അല്ല ഞാൻ പറഞ്ഞ് ഇവിടെ എക്സ്പെക്ട് ചെയ്തു പോയ ആളെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഒരു എക്സ്പെക്ടേഷൻ കണ്ടു പോയ ആളെ അപ്രീഷിയേറ്റ് ചെയ്തു. I feel like expectation ഇല്ലാതെ പോയാൽ സിനിമ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ എക്സ്പെക്ടേഷൻ കൂട്ടിയതാരാ? പൃഥ്വിരാജിനെയാണ്. ലൂസിഫർ ഞാൻ ഇറങ്ങി 2-3 ആഴ്ച കാണാൻ പോണ ഒരുമാതിരിപ്പെട്ട അറിഞ്ഞിട്ട് തിയേറ്ററിൽ പോയിരുന്ന ഒരു ഫീൽ ഉണ്ടായി. എല്ലാവരും അതും ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടത്. അല്ല ഞാൻ ഇത് 4-5 ദിവസം ഞാൻ പോയില്ലേ. ഒരു മാസം കഴിഞ്ഞിട്ടേ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നത്. അതിന്റെ ക്ലൈമാക്സ് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ പോയി കാണുന്നത്. മലൈക്കോട്ടെ വാലിബനും ഞാൻ ഫസ്റ്റ് ആണ് പോയി കണ്ടത്. അതെനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. I like മലൈക്കോട്ടെ വാലിബൻ. I wait. ഇവൻ അങ്ങനെയല്ല. അങ്ങനെയല്ല. അല്ല മലൈക്കോട്ടെ വാലിബൻ എന്താ കുഴപ്പം? മലൈക്കോട്ടെ വാലിബനാ. അതായത് ഇവരന്ന്
കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പടം. പടത്തിന് എവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? I'll tell you, okay? It's a fiction movie. അതങ്ങനെ കാണണം, അല്ലാണ്ട് റിയലിസ്റ്റിക് ആയിട്ട് കമ്പയർ ചെയ്ത് ആർക്കും ഇഷ്ടപ്പെടില്ല. അത് ഓക്കെ, എമ്പുരാൻ is a fictional movie. എമ്പുരാൻ is not a fictional movie. താൻ സത്യമായിട്ട് പറയും എന്ത്? കാര്യങ്ങൾ അത് ഫിക്ഷൻ മൂവിയാണ്. എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല നീ ഇതിനെക്കുറിച്ച് പറയണം. വാലിബനോ? വാലിബനില് ക്ലിയർലി കാണിക്കുന്നുണ്ട് മോഹൻലാലിന് സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ കോമിക്കൽ മൂവി. വാലിബൻ ഞാൻ കണ്ടിരുന്നപ്പോ അത്യാവശ്യം എൻജോയ് ചെയ്തൊരു പടമാണ്. പക്ഷെ ചില സ്ഥലത്ത് എനിക്ക് ചില സ്ഥലത്ത് ലാഗ് ഉണ്ട്. ഞാൻ ആകെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം പറഞ്ഞ ആക്ഷൻ സീക്വൻസുകളില് വാലിബൻ പറയുവാണെങ്കിൽ ആക്ഷൻ സീക്വൻസിന് ഓരോന്നിനും വേറെ വേറെ പേസ് ആയിരുന്നു. അതായത് ഇപ്പൊ ഒരെണ്ണത്തിൽ ഭയങ്കര കോമിക് സീരിയസ് പക്ഷെ ആ മറ്റേ ബ്രിട്ടീഷേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ്സിന് എന്ത് രസമായിരുന്നു. പക്ഷെ അത് മാറി തൊട്ടപ്പുറത്തെ സീൻ വരുമ്പോ ഭയങ്കര ഏറ്റവും പ്രശ്നം വന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിന്റെ നോർമൽ വൈബ് അല്ലായിരുന്നു ഈ വാലിബൻ എന്ന് വെച്ചാൽ. പീപ്പിൾ എക്സ്പെക്ടഡ് ദാറ്റ് മറ്റത് മറിച്ചത്. അപ്പൊ ആ ഒരു ഐഡിയ പല്ലിശ്ശേരിയുടെ എല്ലാം സെപ്പറേറ്റ് തീമാണല്ലോ. ആണ് ഒരേപോലത്തെ രണ്ട് പടം പറഞ്ഞു. ഒറ്റൊരു പടം എല്ലാം വേറെ വേറെ പടം. എത്ര സിനിമ ഇറക്കിയിട്ട് മൂന്നാലെണ്ണം ഡബിൾ ബാരൽ ആമേൻ ഡബിൾ ബാരൽ ഒരു ബന്ധവുമില്ല. ഡബിൾ ബാരൽ ഓർമ്മ ഡബിൾ ബാരലും Sorry, I don't like that movie. Okay, ആമേൻ ഡബിൾ ബാരൽ രണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഇത് ചുരുളി ആമീൻ ഡബിൾ ബാരല് ചുരുളി പിന്നെ വേറെ അങ്കമാലി അതൊക്കെ റിയലിസ്റ്റിക് അല്ലേ? പടം ഒന്നിനും ഒരു ബന്ധമില്ല. എല്ലാം സെപ്പറേറ്റ് തീംസാ. ഇന്ത്യസ് ഒഫീഷ്യൽ ഞാൻ സെക്കൻഡ് പാർട്ടിന് ഭയങ്കര വെയിറ്റിംഗ്. ഞാൻ സെക്കൻഡ് പാർട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു കഷ്ടമാണ്. ലാസ്റ്റ് എന്ത് ക്ലിഫ് ഹാങ്ങറിലാണ്. ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു, ലൈക്ക് അമേസിംഗ് മൂവി, ആ ക്രിയേറ്റേഴ്സ് വിൽ ടോക്ക് whatever they want. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സെക്കൻഡ് പാർട്ട് I really like this movie. എങ്ങനെ മെസ്സേജ് ഫേസ്ബുക്കിൽ അയച്ചാൽ റിപ്ലൈ കൊടുക്കുന്നു. അതുപോലെ സത്യ പൃഥ്വിരാജിന്റെ ഫിലിമിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അല്ല, ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിന് വളരെ ആവശ്യമുള്ള സിനിമയാണ്. ഒരു ഫാമിലി ഫിലിമാണ്. സംഭവം പ്രത്യേകിച്ച് ലാംഗ്വേജ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റാത്ത പ്രായം പടത്തിലുള്ള പ്രായത്തില് മോഹൻലാല് ആയിരുന്നപ്പോൾ ആൾ 10ാം ക്ലാസ്സിൽ പഠിക്കാറുന്നാണ് അതിനകത്ത് പരാമർശിക്കുന്നത്. മറ്റേ എന്താ പൃഥ്വിരാജിന് സൂട്ട് ചെയ്യാത്തൊരു ക്യാരക്ടർ. കോവിഡ് ടൈമിൽ എല്ലാവരെയും ഡിപ്രസ്ഡ് ആയിട്ട് വീട്ടിലിരിക്കുന്നു. അപ്പൊ ഈ മൂവി എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മള് ഈ പറഞ്ഞ ക്രിട്ടിക്സിന്റെ മൈൻഡ് ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നതല്ല. പക്ഷെ അതൊക്കെ ഇഷ്ടപ്പെട്ട എന്നോടോ ക്രിട്ടിക്സ് ആയിട്ട് കാണാറുണ്ടോ? എനിക്ക് പൃഥ്വിരാജ് ഞാൻ എപ്പോഴും കാണുന്ന ഭയങ്കര പുതിയ മുഖം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര മാസം അതൊക്കെ നല്ല മൂവിയാണ്. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ കണ്ട് പെട്ടെന്ന് ബ്രോഡാഡിയില് പുള്ളിക്കാരി ഇങ്ങനെ കാണുമ്പോ അപ്പൊ താൻ തോന്നില്ല അങ്ങനത്തെ ഒരു ഇതടിക്കുന്ന സംഭവത്തിന്റെ കൊറോണ ടൈമിൽ ബ്രോഡോഡിയൊക്കെ comfort movie because you haven't watched their movies. No, I'm saying that I like that movie. I'm saying that other like പ്രശ്നമൊന്നുമില്ല പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. Still, I would say like എപ്പോഴും കാണുന്ന പറയുന്നത് നമ്മളെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. It doesn't suit him. Prithviraj. I'm saying like I
പുതിയ മുഖത്തിലൊക്കെ he was always like an action hero അങ്ങനെ പെട്ടെന്ന് ബ്രോഡാഡി ചെറിയ ചെക്കൻ ചെറിയ ചെക്കനല്ല, ബ്രോഡാഡിയിലെ ക്യാരക്ടറിന്റെ പ്രത്യേകത ആള് വളരെ അയാള് ഒരു ഡയലോഗ് മെസ്സേജ് അയക്കൂലേ ബ്രോഡാഡിയില് ഈ പെണ്ണ് പാർട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ എന്താണ് എന്തോ പെണ്ണുങ്ങൾ മലബാർ പെണ്ണുങ്ങളാ അച്ചായത്തി പെണ്ണുങ്ങൾ അതൊക്കെ പറയുമ്പോ ഭയങ്കര ക്രിഞ്ച് ആയിട്ട് തോന്നുന്നു. നല്ല രസം, ഒരു പഴയ മോഹൻലാൽ വൈബായിരുന്നു. പക്ഷെ എനിക്ക് ഈ പുള്ളിക്കാരുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ല. ആ പെണ്ണ് അല്ല മറ്റേ അടുത്ത പടം എല്ലാവരും ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലറിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തരുമൂർത്തി നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓപ്പറേഷൻ ജാവ സൗദികളിലെ അടിപൊളി നല്ല മൂവി. ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇത് കണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എങ്ങനെയുണ്ട്? ഇതാണ് മൂവി ആണ്, പക്ഷേ അത് വില്ലൻ ഗ്യാങ് ഉണ്ട്. വില്ലൻ ഗ്യാങ് അത്ര ബിലീവബിൾ അല്ല. ബിലീവബിൾ പൊട്ടന്മാരാ ബസ്സിലിരുന്ന് ഡ്രഗ്സ് അടിക്കാൻ. ബോധമില്ല. അതൊക്കെ ഞാനും ആലോചിക്കുന്നത്. അതല്ല ഇതായിട്ട് തോന്നുന്നു, മീൻസ് ബിലീവബിൾ അല്ല തോന്നണം. ഈ പുള്ളിക്കാരൻ എന്താണ് എല്ലാ പെണ്ണുങ്ങളുടെയും എന്താണ് വീഡിയോ എടുക്കുകയും ചെയ്യും, എല്ലാവരുടെയും പോയി സൂസൈഡ് ചെയ്യുകയും ചെയ്യും. അവരുടെ പാരന്റ്സ് കറക്റ്റ് ടൈം അല്ലെങ്കിൽ അവര് സൂസൈഡ് ചെയ്യും. ഇവരാരും എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്ന റിവെഞ്ച് എടുക്കുന്ന എന്തുകൊണ്ടാണ്? ഇവന്റെ ഗേൾ ഫ്രണ്ട്സിനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞല്ലേ റിവെഞ്ച് എടുക്കുന്നത്? അല്ലല്ലോ ബോയ് ഫ്രണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ വില്ലൻ ഗ്യാങ് അത്ര ബിലീവബിൾ അല്ല, നല്ല ഈസിയാണ്, വളരെ സോ ലൈക് ഇവര് റിവെഞ്ച് എടുക്കുന്ന എന്തിനാണ്? ഈ ഗേൾ ഫ്രണ്ട്സിനെ പോലീസുകാരൻ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇവര് റിവെഞ്ച് എടുക്കുന്നത്. ആ ഒരു പാർട്ടിക്കൂടെയാണ് പോകുന്നത്. ബട്ട് ഇതേ സെയിം ഗേൾ ഫ്രണ്ട്സ് അവരുടെ ബോയ് ഫ്രണ്ട്സ് വേറെ ആൾക്കാരുടെ കൂടെ അതെനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുമ്പോ നിങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ പല എപ്പിസോഡും കണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ആൾക്കാര് അല്ലേ? I think there are certain lifestyles. I think only for boys. അങ്ങനെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് പറഞ്ഞ് ആ രണ്ട് പെണ്ണുങ്ങളും ആ റിവെഞ്ച് എന്ന രീതിയിൽ തിങ്ക് ചെയ്യുന്നത്. ബട്ട് ദെൻ ആ റിവെഞ്ച് തിങ്കിങ് ഇതേ ഗേൾസ് ഹാവ് ടു ഗോ ത്രൂ ദി സെയിം. ഇത് കമന്റിലേക്ക് ചോദിക്കുന്ന ആ ഒരു പെണ്ണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഡ്രഗ്സ് അടിക്കുമ്പോൾ ബോധമൊന്നും ഉണ്ടാവില്ല, എല്ലാവരും അതാണ് വേറെ ബാഡ് ഇൻഫ്ലുവൻസ് പറയുന്നത്. നോട്ട് എവ്രിവൺ ഹു ഡു ഡ്രഗ്സ് ഇങ്ങനെയാവുന്നത്. എങ്ങനെയുണ്ട് ഇൻഫെക്റ്റഡ് മോങ്സിൽ വന്നിട്ടുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? I think എന്റെ എന്റെ തേർഡ് ടാറ്റു വാസ് ഫ്രം ഇൻഫെക്റ്റഡ് മോങ്സ്. നിങ്ങളുടെ പഴയ സ്റ്റുഡിയോയിലെ പാലാരോട്ട് വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഏത് വർഷമായിരുന്നു? ഒരു വീടായിരുന്നു അവിടെ, മറ്റേ ട്രിപ്പി സ്റ്റിക്കർ അവിടെയായിരുന്നു എന്റെ തേർഡ് ടാറ്റു. എനിക്ക് ജോബൻ അടിച്ചെന്ന ടാറ്റൂസ് ആണ്. അപ്പൊ ദുബായിൽ വന്ന ടൈമിൽ അടിച്ചതാണ്. പിന്നെ പറഞ്ഞ ഇവിടെ അടിച്ചിരുന്നു, പിന്നെ ഇത് അടിച്ചത്. പിന്നെ അതിന് ശേഷം ലൈക്ക് എനിക്ക് വേറൊരു ഓപ്ഷനേ വന്നിട്ടില്ല, ലൈക്ക് വേറെ ടാറ്റൂസ്റ്റ്. ഇപ്പൊ എന്റെ നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും, ഞാൻ ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട്. അവൻ പാലിന്ന് ഇൻഫെക്റ്റഡ് മോങ്സ് വേണ്ടി വന്നതാ. ഈ ആസ്മിന്റെ ടാറ്റൂസ് ഒക്കെ എവിടെ നിന്ന് അടിക്കുന്നത്? ഞാൻ ഇൻഫെക്റ്റഡ് മോങ്സാ എന്നാൽ തന്നെ വരണം. എന്നിട്ട് പാലിന്ന് ഇവിടെ വരെ വന്നു ജസ്റ്റ് ഗെറ്റ്. എന്താണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം ഇവിടെ അടിച്ചത്. പുള്ളിക്കാരുടെ ഇങ്ങനെ ലൈക് സൈഡിൽ ഇങ്ങനെ വലിയതായിരുന്നു. ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് തീരുന്നു. പക്ഷെ ഒരു ദിവസം ഉണ്ടായിരുന്നു ഇവിടെ. ഞാനിവിടെ ഇങ്ങനെ ഹ്യൂജ് ടാറ്റു ഉണ്ട് ബാക്കില്. എന്റെ
സൗണ്ട് മാത്രം കരച്ചില് കണ്ടിട്ടുള്ളവര് huge tattoo Ganapati. That's beautiful. ഇവിടെ അവന്തിക്കനെ tattoo വെച്ചപ്പോഴാണ് Something with a tattoo ഉണ്ടായിരുന്നു. ശരിക്കും അത് പറയണം. he designed it by himself. ഓ It's ഭയങ്കര ഭംഗിയാണ്. The artwork is just so good. That was really nice. ആള് ആർഎംബിന്ന് പാസ്സായ ഒരാളും കൂടിയാണ്. എന്താന്ന് അയ്യോ എറണാകുളത്തൊരു ആർട്ടിന്റെ ഒരു മെയിൻ കോളേജാണ് Oh. വൺ ഓഫ് ദ 5 ഫൈനാൻസ് കോളേജ്. But then that's actually visible on ജോപ്പട്ടിയുടെ 8 കൊല്ലത്തെ എക്സ്പീരിയൻസോടുകൂടി ഇരിക്കുന്ന നമ്മുടെ ടോപ്പ്. ഞാൻ എപ്പോഴും ലൈക്ക് tattooing ഞാൻ ആലോചിക്കും ജോബിലുണ്ട് ഞാൻ ആക്ച്വലി ആദ്യം രൂപനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണ്. ഞാനും എനിക്ക് പേടിയാവും. ഈ സോഫയിൽ ഇരിക്കും ഒരു ഐപാഡ് പിടിച്ച് ഭയങ്കര വരായിരിക്കും. അതിന്റെ സത്യം കൂടെ റിവീൽ ചെയ്യണം. ജോപ്പൻ ആളൊരു ഇന്റർവേർട്ട് ആണ്. അപ്പൊ പെട്ടെന്ന് പരിചയമില്ലാത്തവരെ കണ്ട ആള് ഭയങ്കര ഷൈയാണ്. Even I thought you also had major. ഞാനും കുറച്ച് ഞാനും അങ്ങനെയാണ്. അങ്ങനെയല്ല പുതിയൊരാളായിട്ട് ഓപ്പൺ ആവാൻ ഭയങ്കര പാടാണ്. അന്ന് ഷൂട്ടിന് ദിവസം ക്ലൈന്റ് വന്നപ്പോൾ he was very friendly. അല്ല പക്ഷെ ഞാൻ ക്ലൈന്റ് അല്ലായിരുന്നു. അതാണ് ചിലവരോട് നമുക്കൊരു ചെറിയ കണക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ടോക്ക് ചെയ്ത് പോകും. അയ്യോ അവന്തൊക്കെ ഇവിടെ ഇരുന്ന് ഒരു ദിവസം ഇരിക്കണമെന്നില്ല. ഞാൻ ഇപ്പൊ ചിരിക്കും ഞാൻ ക്വസ്റ്റ്യൻസ് അല്ല അങ്ങനെ മീൻസ് നമുക്ക് പരിചയമുള്ള കംഫർട്ടബിൾ ഇതിൽ കുഴപ്പമില്ല. എല്ലാ ടാറ്റൂസും ജോബിനെ ഇനി എന്ത് കംഫർട്ട് ആവാനാണ്. അങ്ങനെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരിക്കുമ്പോ ഇതല്ല ഒന്നുമില്ല എല്ലാവർക്കും അറിയാം. ഇരുന്ന് ടാറ്റു ചെയ്യുമ്പോ സംസാരിക്കില്ല. ഞാൻ ലിറ്ററലി അവന്റെ കിടക്കണോ പുള്ളിക്കാരി ഇപ്പം ടാറ്റു അടിക്കും. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് പുള്ളിക്കാരി ഒരു 1 word ആൻസർ ചെയ്തു. ഞാൻ ഇങ്ങനെ ചോദിക്കും സംസാരിക്കുന്നത് വെറുതെ പോയി. അല്ല അതങ്ങനെ സംസാരിക്കാം. ഒരു പ്രാവശ്യം നമ്മുടെ പക്ഷെ അപ്പത്തിരിക്കും ആർട്ടിസ്റ്റ് ഓടി വന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കും. ഞാൻ എന്തൊക്കെയുണ്ട് ഓക്കെ 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 അപ്പൊ ജോബിനെ നോക്കിയായിരുന്നില്ല. നല്ല സൈ അല്ല നിധിയാണ്. ഞാൻ ഭയങ്കര ഇങ്ങനെ സാധനം ജോപ്പൻ ഒന്ന് മാറാൻ ഒന്ന് വരുമ്പോ ടക് ടക് അത് പോട്ടെ. എന്റെ ജോലി ചെയ്തെന്നോടൊന്ന് വിളിക്കും. നമുക്കിങ്ങനെ പേടിയാവും ഒന്നും ചോദിക്കാൻ. അതായിരിക്കും നല്ലത്. എനിക്കറിയില്ലല്ലോ എന്തെങ്കിലും ചോദിക്കാൻ ചെറിയ ടാറ്റു ഞാൻ ഇവിടെ ചിലപ്പോ ചെറുതാണ് ചെയ്യണോ എനിക്കിങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വലുതടിക്കും 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 ചെറുതടിക്കും സംസാരിക്കാതെ എന്റെ മോക്കും ബ്രദറിനെ എല്ലാരും ജോബിൽ തന്നെ ചെയ്യണം. എന്നാലും ഞാനിവിടെ 10 പ്രാവശ്യം വന്നിട്ട് എന്നിട്ട് പുള്ളിക്കാരി ഇട്ടിട്ട് തിരിച്ചിട്ടുള്ള ഇപ്പൊ ഞാൻ ചിരിനെ കണ്ടേക്കണ പോലും. ജോപ്പനാണ് ഇവിടുത്തെ മെയിൻ ആർട്ടിസ്റ്റ്. ജോപ്പന്റെ ബേസിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയതും. എന്റെ പെട്ടെന്ന് ഒരാളെ കാണുന്ന പെട്ടെന്ന് വിഷയം കിട്ടാറില്ല. പിന്നെ അവരെന്തെങ്കിലും പിന്നെ വേറൊരു കാര്യമുണ്ട്. ചിലരെ കാണുമ്പോ ചിലരും ഇപ്പൊ നമുക്ക് അപ്രോച്ച് ചെയ്ത് ഇപ്പൊ നോർമൽ ആയിട്ടാണ് ഫ്രണ്ട്ലി ടോക്ക് അത്ര എന്താ പറയാ അപ്രോച്ചബിൾ അല്ല എന്ന് തോന്നുന്നവരോട് നമ്മൾ അങ്ങോട്ടൊരു പാലിടുന്ന ചുവ തിരിച്ചിടുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ടാറ്റു അടിച്ചത്? യൂട്യൂബ്. ഓക്കെ 8 വർഷം 8 വർഷം അത്ര പിന്നെ എങ്ങനെ പഠിക്കാനോ അത് 1 word ആൻസർ നമ്മൾ ഓക്കെ ഇങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ നിർത്തി. എന്റെ അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ അവിടെ ഒരു വീടിന്റെ മുകളിലായിരുന്നു ഞങ്ങള്. എന്റെ ചേച്ചി കാനഡയ്ക്ക് പോണേ. കാനഡ പോണ പിറ്റേ ദിവസം പുള്ളിക്ക് പെട്ടെന്ന് ടാറ്റു അടിക്കണം എന്ന് പറഞ്ഞു. എവിടെയും ടാറ്റു അടിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ വിളിച്ചു നോക്കി വന്നു. എന്ത് ചോദിച്ചാലും യെസ്. അപ്പൊ വന്ന് നോക്കുമ്പോ ലൈക് ഒരു വീടിട്ട് വീട്ടില് ഒരാള് കയറി എന്ന് പറഞ്ഞു മുകളിലോട്ട് വെക്കും.
മുകളിലോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല. ആ സൈഡ് സ്റ്റെപ്പ് ഉണ്ട്, പോയിക്കോ. മുകളിലോട്ട് പോകുമ്പോ ഇങ്ങനെ കുറെ സോഫ ബെഡ് ഇങ്ങനെ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് ഓരോ ആൾക്കാരും വരും. അപ്പൊ പുള്ളിക്കാരൻ വന്ന സമയത്ത് ഇത്രയും കൂടി മെലിഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ ടാറ്റു 3 പേരുണ്ടെന്ന് 3 പേരും ടാറ്റു കണ്ട് പുള്ളിക്കാരൻ പോയി. പേയ്മെന്റ് ഒന്നുമില്ല, വേറെ ആളാണ് പേയ്മെന്റ്. ചേട്ടൻ ഒന്നും സംസാരിക്കണ്ട, ഭയങ്കര സത്യമായിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് വിഷയം വലുതായിട്ട് അങ്ങനെ explain ചെയ്ത് ആ സ്ഥലം ലൈറ്റ് ഒന്നുമില്ല. ഒരാള് എവിടെന്നോ വരുന്നു, വന്ന് ടാറ്റു അടിച്ചിട്ട് ഓടിക്കാവുന്നു. സ്വയം സ്കെച്ച് എന്റെ അമ്മ ആദ്യം ചോദിച്ചു നീ എങ്ങനെ ടാറ്റു സ്റ്റുഡിയോ കണ്ടുപിടിച്ചത്? ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തു. പുള്ളിക്കാരത്തി അവിടെ തന്നെ ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഈ ടാറ്റു കണ്ടിട്ട് പുള്ളിക്കാരത്തി തന്നെ അവിടെ പഠിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി ചോദിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചത്? ഫ്രണ്ട് ഉള്ളിലായിരുന്നല്ലോ. പക്ഷെ അവിടെ ഒരു വൈബ് വ്യത്യാസമായിരുന്നു, കുറച്ചുകൂടെ ഒരു എത്തുന്നില്ല. ഗൂഗിൾ മാപ്സ് ആണെങ്കിൽ യുവർ വെറൈറ്റി ലൊക്കേഷൻ. ഞാൻ കുറെ വീട് മാത്രം ഇതിൽ ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാലും ഇതിൽ എക്സ്പെക്ട് ചെയ്തില്ല. അന്ന് ആ പുള്ളിക്കാരനോടൊപ്പം അന്ന് ടാറ്റുവിന്റെ ഇന്ന് വിട്ടിരുന്ന സംസാരിക്കണ്ടാവും. പുള്ളിക്കാരൻ ചിരിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. അല്ല ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ഓപ്പൺ ആവാനായിട്ട്. നമ്മളാണ് കോൺവെർസേഷൻ ചെയ്യാറില്ല കുറച്ച് ആറ്റിറ്റ്യൂഡ് വെക്കുന്നത് നല്ലത്. അല്ല അതൊരു ചിത്ര ഒരു അങ്ങനെയല്ല, അങ്ങനെയാണ്. രണ്ടിലെ ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ. ഇതില് രണ്ടിലും പറയുന്നില്ല. നിങ്ങൾ പറയുമ്പോ ഇവൻ അങ്ങനെയാണ് എന്നല്ല വെച്ച് പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, അവൻ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതാണ് ഞാൻ സത്യനെ കണ്ടിട്ടുണ്ട് എപ്പോഴും. അപ്പോഴും പുള്ളിനെ ഓടിച്ചാടി നടക്കുക. പുള്ളിനെ കാണാതെ അങ്ങനെ എല്ലാം നോക്കിട്ട് സത്യം നോക്കിട്ട് ആ പോ ചോപ്പനോട് ഇരിക്കുമ്പോ പേടിയാവും. എങ്ങനെയെങ്കിലും ഞാൻ ചോദിക്കും നിന്നെ 8 നേരം കൂടി കുറച്ച് സമയം എടുക്കും. അങ്ങനെ തന്നാല് 2-3 മണിക്കൂർ ഇല്ല. ഇത് പഠിച്ചിട്ട് 2 കൊല്ലം 1.5-2 എന്റെ എല്ലാം ചെറിയ ടാറ്റൂസ് എല്ലാം ലൈക്ക് കാണാത്ത രീതിയിൽ ഇവിടെ ഇവിടെ ഇത് ചെറുതടിച്ചത്. അത് അടിച്ചിട്ട് എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടില്ല. പുള്ളിക്കാരൻ അടിച്ചിട്ടാ അങ്ങനെ നമ്മള് പ്ലീസ് അടിച്ചോ പ്ലീസ് അങ്ങനെ. അല്ല ഇത് കാണുന്ന ശരിക്കും ലൈക്ക് എന്റെ സ്റ്റൊമക്കിലെ ടാറ്റു ഭയങ്കര പെയിൻഫുൾ ആണ്. എനിക്ക് ചോദിച്ചത് പറയാനും പേടിയായിട്ട് ഇങ്ങനെ ടാറ്റു വേനെടുക്കുന്ന അത് വേനെടുക്കുന്ന സ്ഥലം ശ്വാസം വിടെടുത്തു. ഇവിടെ ഇങ്ങനെ ശ്വാസം വിടാതിരിക്കുക. കൺട്രോൾ പിന്നെ കുറച്ച് നൈസ ഓക്കെ മോള് റെസ്റ്റ് എടുക്കുന്നു. സത്യമായിട്ടും ജോബിന് ഇതുപോലെ ഒരു വീരപ്പൻ സാധനം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അയ്യോ അതേ ഉള്ളൂ. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പറയുമ്പോ എന്താണ് ആദ്യം പുള്ളിക്കാരൻ വന്ന് ടാറ്റു ഭയങ്കര ലൈക് ചെയ്തിട്ട് പോകും. പിന്നെ ഒരാൾ ഓടി വരും, ഞാനൊരു വീഡിയോ എടുത്തോട്ടെ. വീഡിയോ എടുക്കാൻ എന്റെ ഈ ടാറ്റു അടിച്ചപ്പോ ഒരു ആളുണ്ടായിരുന്നില്ലേ? അല്ല ഒരു ചെറിയ ചേട്ടൻ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഇപ്പൊ ഒരു ക്ലാസ്സിനായിട്ട് പുള്ളിയെ ലാസ്റ്റ് കസ്റ്റമൈസ് ഓരോ കസ്റ്റമൈസും ഇത്
ഇതാണോ ഇത്രയും സൈസ് തന്നെയാണ് ഉറപ്പാണോ ഇത് തന്നെയാണോ വേണ്ട എനിക്ക് ഓർമ്മയുണ്ട് ഇത് കഴിയുമ്പോ ഈ സൈസ് കുറച്ചുകൂടി വലുതാണോ നമ്മളെ വേണ്ട ഇത്രയും ചെറുത് എനിക്കത് കാണുന്നില്ല ചെറിയ ഞാൻ അപ്പൊ കരഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പറയാനൊന്നുമില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാനൊക്കെ enjoy ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ ജോബ് ടാറ്റു ചെയ്തപ്പോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. Like, എവിടുന്നാ ഈ tattoo അടിച്ചത്? ആരാ അടിച്ചതെന്നൊക്കെ. Like, everyone have asked. അപ്പൊ like ജോബിന്റെ അടുത്ത് ട്രസ്റ്റും ആയല്ലോ, ലൈക്ക് ഇത്ര നന്നായി ടാറ്റു വേറെ ആൾ മാറ്റാനും പറ്റുന്നില്ല. പക്ഷെ പുള്ളിന്റെ മുരട്ട സ്വഭാവം പറ്റുന്നില്ല. I'm like, okay. പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ? ഇല്ല അടിപൊളിയാണ് അടിപൊളിയാണ് അല്ല, അങ്ങനെ ചുമ്മാ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. തോന്നി ഞാൻ രണ്ട് അഭിപ്രായമുള്ള ഒരു job. എനിക്ക് നല്ല അഭിപ്രായമാണ് പോസിറ്റീവ്. ഇല്ല എനിക്ക് നല്ല അടിപൊളിയുണ്ട് ഈ നാളേക്കും ടാറ്റു അടിക്കുന്നത് ഞാൻ ജോബിനെ കൊണ്ട് ടാറ്റു ഇനി അടുത്ത പ്രാവശ്യം ജോബ് ഫുൾ ടൈം ചിരിച്ചോട്ട് എനിക്ക് ജോബ് തന്നെയാണ് വിശ്വാസം. It's just, I don't know. സത്യം എന്റെ ടാറ്റു ഇസ് വെരി നൈസ്, പക്ഷെ എന്നെ അടിച്ചിട്ടില്ലല്ലോ. ടാറ്റു അടിപൊളിയാണ് ഇവിടുത്തെ Yeah, oh, it's very nice. എന്റെ ഫ്രണ്ട് ഇവിടെ ഫുൾ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ട് പഠിച്ചത് ചിരിച്ചില്ല പക്ഷെ വർക്ക് അടിപൊളിയായിരുന്നു സ്വാഭാവികം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഇവരെ കാണും നമ്മളെ കാണും. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ബാഡ് ഡേറ്റ്സ് പോഡ്കാസ്റ്റ് ആൻഡ് ഞങ്ങളെ കാണണമെങ്കിൽ ബാഡ് ഡേയ്സ് and Mouth പോഡ്കാസ്റ്റ് Talks channel. Instagram also follow ചെയ്തു. Description ൽ കാണാം. Thank you. Bye bye. ബൈ.